ഇത് പെരുന്നാൾ കാലമാണ്. അത് കഴിഞ്ഞാലെന്നല്ല, ഓരോ സായാഹ്നത്തിലും ഇഫ്താർ വിരുന്ന് നടത്തും അല്ലേ? അവരുടെ ആ നോമ്പ് മുറിച്ചുകൊണ്ട് ഈ എല്ലാവരും ഇഫ്താർ വിരുന്ന് നടത്തും. അതിൽ പങ്കാളിയാകുന്നത് എല്ലാവരുമുണ്ട്. എനിക്കറിയേണ്ട വേറൊരു കാര്യം, നമ്മൾ എല്ലാ മതസ്ഥരെയും അംഗീകരിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. ഇഫ്താർ വിരുന്ന് നടത്തുന്ന നമ്മുടെ ഈ ഭരണാധികാരികൾക്കൊക്കെ എന്തുകൊണ്ട് ഒരു ഓണം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓണ വിരുന്ന്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഓണ വിരുന്ന്, ഇഫ്താർ വിരുന്ന് ഇവരെല്ലാം നടത്തുമല്ലോ, എന്തുകൊണ്ട് ഇതായിക്കൂടാ? ക്രിസ്മസ് വിരുന്ന് ക്രിസ്മസ് വിരുന്ന് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത് അതിനപ്പുറം പോയിട്ട് പിന്നെ ബുദ്ധപൂർണിമ വിരുന്ന് ഇങ്ങനെയൊക്കെ വേണം. ജൈനരുടെ മഹാഘോഷങ്ങൾക്ക് അതിൻ്റെ, സിഖ് വംശജരുടെ ആഘോഷങ്ങൾക്ക് അങ്ങനെ ഒക്കെ ചെയ്യേണ്ടതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിപ്പോൾ ഇഫ്താർ വിരുന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഇഫ്താർ വിരുന്ന്, മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്ന്, ഇനി മന്ത്രികൾ അവരാൻ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇഫ്താർ വിരുന്ന് അങ്ങ് സൽക്കരിച്ച് ഒരേ ആൾക്കാർ തന്നെ ഇതിലെല്ലാം പങ്കെടുക്കുന്നത്. അവർ വയറ് ചീത്തയായി പോകില്ലേ, വയറ് കേടായി പോകില്ലേ? ഇഫ്താർ എന്ന് പറഞ്ഞ് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ആ ദിവസം മുഴുവനുള്ള പട്ടിണി ഇന്ന് പതുക്കെ മോചിതനാകേണ്ടതായിട്ടുള്ള പാഠമാണ് പഠിക്കുന്നത്. അതിൻ്റെ ഒരു പാഠമാണ് അത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് വിശാലമായ സദ്യ അങ്ങോട്ട് ഒരുക്കി അതിൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ആൾക്കാർ പോവുക. നിങ്ങൾ ഈ നോമ്പ് കൊണ്ട് എന്താണ് നിങ്ങളുടെ സന്ദേശം നൽകുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് മനുഷ്യനെ കഠിന വ്രതത്തിലൂടെ നല്ലവനാകാൻ വേണ്ടി അവനെ മനസ്സിനെ ദുഷ്ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കാനും നല്ലവനാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. എന്നിട്ട് നിങ്ങൾ പകൽ മുഴുവൻ പട്ടിണി കിടന്നാൽ ഈ വൈകുന്നേരം വൻ സദ്യ കിട്ടും എന്നൊരു വിചാരം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നന്നാവുന്നത്? നല്ലൊരു സദ്യ കിട്ടാൻ വേണ്ടി പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നു എന്നുള്ള സങ്കല്പമല്ലേ വരുന്നത്? പോട്ടെ, ഏറ്റവും മഹത്തായ സന്ദേശം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ക്രിസ്തുവചനം അല്ലേ ക്രിസ്തുവചനം? ആ ക്രിസ്തുവചനം പോലെ ഈ റമദാൻ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പാദ്യങ്ങൾ പാവപ്പെട്ടവന് നൽകുക എന്നുള്ള മഹത്തായ സന്ദേശമാണ്. വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ തന്നെ, ലോകമേ തറവാടെന്ന് പറയുന്നത് പോലെ തന്നെ മഹത്തായിട്ടുള്ള ഒരു സന്ദേശമാണ്. ഏത് മതത്തിൻ്റേതായാലും ഏത് പ്രവാചകൻ്റേതായാലും നമ്മൾ കൈകൂപ്പി സ്വീകരിക്കേണ്ട സന്ദേശം. അതാണ് ഇതിൻ്റെ സ്പിരിറ്റും ശ്രദ്ധയും. അതിലെന്താണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? കുറേ പ്രമാണിമാർക്ക് വിളിച്ച് സദ്യ കൊടുക്കലാണോ ചെയ്യേണ്ടത്? ആണോ? അതാണോ എൻ്റെ സത്ത? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക. അല്ല, ഇതൊന്നും ഓണക്കാലത്ത് കാണുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ഓണത്തിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ ഈ സർക്കാർ നമ്മളിപ്പോൾ ഇതാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന ഇഫ്താർ വിരുന്ന് ഇതിൻ്റെ റമദാൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നുണ്ടോ? അതിന് വിരുദ്ധമല്ലേ? വലിയ പ്രമാണിമാർ കൂടി സദ്യ നടത്തുന്നതാണോ റമദാൻ്റെ വിശുദ്ധമായിട്ടുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള പാവനമായിട്ടുള്ള ഈ മാസത്തിൻ്റെ സന്ദേശം? വിശക്കുന്നവൻ്റെ അടുക്കൽ അന്നം എത്തുന്നില്ല. വിശക്കുന്നതിൻ്റെ അടുക്ക ഒരു മുസ്ലിം പണ്ഡിതൻ തന്നെ അദ്ദേഹം ഒരു റമദാൻ പ്രഭാഷണത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത് തൊട്ടടുത്ത അമ്പലത്തിൽ നിന്നുള്ള സന്ദേശമാണ്. പാവങ്ങൾക്ക് അവിടെ വിരുന്നു നൽകുന്നു. പാവങ്ങൾക്കാണ്. അവൻ്റെ മുമ്പിൽ ദൈവമായിട്ടാണ് ആഹാരം പ്രത്യക്ഷപ്പെടുന്നത്. മാനവസേവ, മാധവസേവ എന്ന് വിളിച്ചു പറഞ്ഞതൊരു ഈ അന്നം ഉപനിഷത്തിൽ പറയുന്നു. അദ്ദേഹം ഒരു ശ്ലോകമായിട്ട് അത് ചൊല്ലുക തന്നെ ചെയ്തു. ഞാൻ ഈ പറഞ്ഞ ഭാഷയിലല്ല, അത് മുഴുവൻ കാണാതെ പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടുള്ള ആദരമായിട്ട് അദ്ദേഹം ചൊല്ലി. മറ്റൊരു മതത്തിനെ മാനിക്കാൻ അദ്ദേഹത്തിനൊരു മുസ്ലിം മുള്ളയാണ്, പണ്ഡിതനാണ് എന്നുള്ളത് ഒരു തടസ്സമായിട്ട് വന്നില്ല. അതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. ഞാനീ പറഞ്ഞതെന്നും അതല്ല. ഇസ്ലാമിൽ തന്നെയാണ് ഏറ്റവും ലോകോത്തരമായിട്ടുള്ള പണക്കാരുള്ളത്. ഏറ്റവും പണക്കാരാണ് ബ്രൂണൈ സുൽത്താനെ പോലെ, ആ ഗൾഫ് രാജ്യങ്ങളിലെ ഷെയ്ഖുമാരെ പോലെ കോടികളുടെ വരുമാനമുള്ള, പ്രതിശീർഷ വരുമാനമുള്ള ആൾക്കാരുള്ള അതേ മതത്തിൽ തന്നെ കൂടുതൽ അവരിലാണ്. കച്ചവടക്കാർ മാത്രമല്ല, ഷെയ്ഖുമാരെ, പണം, എണ്ണപ്പണത്തിൻ്റെ സമ്പത്ത് മുഴുവനുള്ളത് അതേ ഇസ്ലാമിൽ തന്നെയാണ്. ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള, അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്ന ഉത്തരേന്ത്യയിലെ ഏറ്റവും
ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള നിസ്വരായിട്ടുള്ള മനുഷ്യരുമാണ്. അതുകൊണ്ടാണ് രാജേന്ദ്ര സച്ചാർ കമ്മീഷൻ അവർക്ക് പിന്നോക്കക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തു, അത് നടപ്പാക്കിയത്, OBC സ്റ്റാറ്റസ് നൽകിയത്. പണക്കാർക്ക് വേണ്ടിയല്ലേ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത്? പണക്കാരതൊക്കെ തട്ടിയെടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം പാവങ്ങൾക്ക് അത് കിട്ടുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ആവശ്യത്തിന് ജീവിക്കാനുള്ളത് മാത്രം വെച്ചുകൊണ്ട് പാവങ്ങൾക്ക് ഇത് കൊടുക്കുന്നില്ല? മഹാത്മാഗാന്ധി അതേ സന്ദേശം തന്നെയാണ് ഉന്നയിച്ചത്. ഹിന്ദുക്കൾ അത് ചെയ്യുന്നില്ല. ആരും അത് ചെയ്ത്? എല്ലാവരും അത്. വിനോബ ഭാവെ അതാണ് പറഞ്ഞത്. ആന്ധ്രാപ്രദേശിലെ വെറുതെ കിടക്കുന്ന ഭൂമികൾ, ഭൂജന്മിമാരുടെ ഭൂസ്വത്തുകൾ പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു. ആണല്ലോ, നമുക്കറിയാമല്ലോ അത്. ആ വിതരണം ചെയ്ത് ഒരുപാട് കുറേയേറെ സർവോദയ പ്രസ്ഥാനം എന്നായിരുന്നു അതിൻ്റെ പേര്. നമ്മളത് ഉപേക്ഷിച്ചു, പാതി വഴിക്ക് ഉപേക്ഷിച്ചു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? സമ്പന്നൻ കൂടുതൽ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, പാവങ്ങൾ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ചെറിയ ലക്ഷങ്ങൾ കൊടുത്തു പറഞ്ഞാൽ ഒന്നും ആവുന്നില്ല. കാരണം ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിക്കൂട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതിലൊരു ലക്ഷം കൊടുത്താൽ അതുകൊണ്ട് ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് 10 പൈസ 25 പൈസ ഒക്കെ കൊടുക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അതല്ല പറയും, തുല്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് സബ് സഹാറൻ ആഫ്രിക്കയിലും അതുപോലെ പലസ്തീനിലും ഒക്കെ ദുരിതമനുഭവിച്ച് മുസ്ലിങ്ങൾ കഴിയുന്നത്. ദുരിതം, പട്ടിണിയും മരുന്നുമില്ലാതെ ഓരോ ദിവസവും നരകിച്ച് കഴിയുന്നത്. ആ നരകത്തീയിൽ നിന്നാണ് അവരിൽ ഈ ക്ഷുദ്രവാസനകൾ ഉണ്ടാകുന്നത്. തീവ്രവാദ ആക്രമണങ്ങളിലേക്ക് അവർ തിരിയുന്നത്. കാരണം എന്താ? ചുറ്റും നോക്കുമ്പോൾ ആഡംബരമായ കാറുകളും പണത്തിൻ്റെ ആഡംബരത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സംവിധാനങ്ങളും അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഈ ക്ഷുദ്ര ശക്തികളായിട്ട് പുറത്തു വന്നുകൊണ്ട് അവരെ റിബലുകളാക്കി തീർക്കുന്നതും തീവ്രവാദികളാക്കി തീർക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനം തന്നെ നശിപ്പിക്കുന്നത്. നൈജീരിയ, അതുപോലെ തന്നെ ഉഗാണ്ട തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങൾ, എത്യോപ്യ, ഇവിടെ എല്ലാം അങ്ങനെയാണ്. എത്യോപ്യയിൽ നിന്ന് ഗൾഫ് നാടുകളിൽ വന്ന് കഴിയുന്ന ആൾക്കാരുണ്ട്. കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട്, മലയാളി കടകളുണ്ടല്ലോ, ചെറിയ കടകൾ, അവിടെയാണ് പോയി വാങ്ങിക്കുന്നത്. പണം കൊടുക്കില്ല, പണം കൊടുക്കാനില്ല. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ഈ സമ്പത്തിൻ്റെ വിതരണം അതിൻ്റെ കേന്ദ്രീകൃതമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നില്ല? കിട്ടുമ്പോഴാണ് ശരിക്കും വിശുദ്ധ നബി പറഞ്ഞതുപോലുള്ള സമ്പത്തിൻ്റെ വിതരണം ഉണ്ട്. അതാണ് അതിൻ്റെ സ്പിരിറ്റ്. അല്ലാതെ കുറേ രാഷ്ട്രീയക്കാർ അതുപോലെ സമ്പന്നന്മാരെയൊക്കെ വെച്ചിട്ട് എന്താ ഇഫ്താർ വിരുന്ന് നടത്തി പത്രത്തിൽ ഫോട്ടോയും വരിക, പബ്ലിസിറ്റിയോ അതുപോലുള്ള ഈ പണക്കാരുടെ കൂട്ടായ്മയോ അല്ല അവിടെ ഉണ്ടാവുന്നത്. പാവങ്ങളിലേക്ക് നിങ്ങളുടെ ധനം. അല്ലെ, തിരുവനന്തപുരത്ത് ഇപ്പം എല്ലാ സായാഹ്നങ്ങളിലും ഇഫ്താർ വിരുന്നാണ് ഈ നോമ്പ് കാലത്ത്. അതെ, ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടും PR എക്സർസൈസുമായിട്ട് വന്നിരിക്കുന്നു. മറിച്ച് അതല്ല വേണ്ടത്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ആ ക്രിസ്തുവചനം തന്നെയാണ് റമദാനും ആവശ്യപ്പെടുന്നത്. ഇല്ലാത്തവന് കൊടുക്കുക. ഇല്ലാത്തവന്മാരാണ്. ഞാൻ ഇതിനകത്ത് കാണുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഓണക്കാലത്തോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്മസ് കാലത്ത് മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ക്രിസ്മസ് വിരുന്ന് എന്ന് കാണുന്നില്ല. അപ്പൊ ഇതിനകത്തും ഒരു ന്യൂനപക്ഷ പ്രീണനം അല്ലേ നടക്കുന്നത് എന്നുള്ളത്? പ്രീണനമല്ല, അതിലൊരു മതവിവേചനമാണ് നടക്കുന്നത്. മതവിവേചനം. ഒരു മതത്തിന് മാത്രം. ക്രിസ്മസിന് എന്താ ഒരു ക്രിസ്മസ് വിരുന്ന് നടത്തിയാൽ ശരിയാണ്, ഗവർണറെ വിളിച്ചൊരു സർക്കാരൊക്കെ കൊടുക്കും. അങ്ങനെയല്ല, മുഖ്യമന്ത്രി തന്നെ കുറേ പേരെ വിളിച്ചിട്ട് ഒരു ഓണവിരുന്ന് നിങ്ങൾക്കെല്ലാം വേണ്ടി. പാവപ്പെട്ടവരെ വിളിക്കട്ടെ, പാവപ്പെട്ടവരെ, അനാഥാലയങ്ങളെ കുട്ടികളെ വിളിച്ചിട്ട് അദ്ദേഹം നടത്തട്ടെ. അതുപോലെ ക്രിസ്മസിന് അനാഥാലയങ്ങളിലെ കുട്ടികളെ തന്നെ വിളിച്ചത് നടത്തട്ടെ. അതല്ലേ വേണ്ടത്? അതല്ലേ സ്പിരിറ്റ്? കുറേ പ്രമാണിമാരെ കൂടിയെത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്യേണ്ടത്? ഈ പുണ്യമാസത്തിൽ ചെയ്യേണ്ടത് പുണ്യമാണ്, ഏത് മതത്തിൻ്റേതായാലും. പുണ്യമല്ലാത്ത രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടല്ല, രാഷ്ട്രീയ കച്ചവടമാണ് നിങ്ങൾ നടത്തുന്നത്. അവിടെ കച്ചവടം നടത്തരുത്. ബാങ്കുകൾ പലിശ പോലും, ഒരാളിന് പണം കടം കൊടുത്ത് അതിനോട് പലിശ പോലും ഈടാക്കരുതെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി. നിങ്ങൾ ഈ ഇഫ്താർ വിരുന്ന് നടത്തിയിട്ട് അതിൻ്റെ മുതലും പലിശയും കൂട്ടി വോട്ട് ബാങ്കാക്കാൻ നോക്കി നടക്കുന്ന നികൃഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി നടത്തുന്നതാണ്. അതിൽ നിന്ന് പിന്തിരിയണം. അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശരിയായിട്ടുള്ള ഇസ്ലാമിൻ്റെ സ്പിരിറ്റിൽ, അന്തസത്തയിൽ വിശ്വസിക്കുന്നവർ മാറി നിന്നുകൊണ്ട് ശരിയായ മാതൃകകൾ കാണിച്ചു കൊടുക്കുകയും ഈ സമുദായത്തിലെ തന്നെ ഏറ്റവും പണക്കാരോട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. അല്ല, ഈ സമുദായത്തിന് മാത്രമല്ല അത് ബാധകം. ഈ നമ്മുടെ ഈ അസ്വസ്ഥത, ഈ സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നുമുള്ള മോചനമെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ വോളണ്ടറി ആയിട്ടുള്ള വിതരണമാണ്. ഈ വോളണ്ടറി ആയിട്ടുള്ള വിതരണം വളരെ ആവശ്യമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.